മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു പെട്ടെന്ന് തന്നെ ഫോണിൽ മെസ്സേജ് വന്നപ്പോൾ നോക്കുകയാണ് കേട്ടോ. മേഘൻ്റെയും മാനസയുടെയും ഫോട്ടോ കാണുകയാണ്. ഫോട്ടോ കണ്ടത് മഞ്ജു ആകെ മുഖമൊക്കെ അങ്ങനെ വല്ലാതാവുകയാണ് കേട്ടോ. അതിനുശേഷം മേലോട്ടേക്ക് നോക്കുകയാണ്, മേഘൻ അവിടെ ഉണ്ടോ നോക്കുകയാണ് കേട്ടോ. അതേസമയം മോഹിനിയും സ്വാതിയും ചോദിക്കണ്ടേ എന്താന്ന് ചോദിക്കുന്ന നേരം മഞ്ജു അങ്ങനെ കരി തൊള്ളി മേഘൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. മേഘൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാ എന്ന് ചോദിക്കും. അയ്യോ ഇതാരാ എനിക്കറിയില്ല. മേഘന അങ്ങനെ ഒരു വളിഞ്ഞ മുഖത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം എനിക്കറിയില്ല മഞ്ജു, ഇത് നിനക്ക് ആരാ അയച്ചു തന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ഇത് വേറൊരു നമ്പറിൽ നിന്നാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്, അതാരോ എന്നെ ചതിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ് മഞ്ജു എന്നിങ്ങനെ പറയാണ്. ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് അല്ലെങ്കിലേ പെൺവിഷയത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനതൊരിക്കലും വിശ്വസിച്ചിട്ടില്ല. എൻ്റെ ഏടത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും ഞാനത് വിശ്വസിച്ചിട്ടില്ല. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് സത്യമാണ്. ഇതാരാണ്, ഇതേതായാലും നേരത്തെ ഉള്ളതല്ല, ഇത് ഇപ്പോൾ ഉള്ളതാണ്, ഇതാരാണെന്ന് എനിക്ക് പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മേഘൻ ഇങ്ങനെ പറയുന്നുണ്ട്, അത് വെറുതെയാണ് മഞ്ജു, ഇത് ഇപ്പം ആരോ അയച്ചതാണ്, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരോ അയച്ചതാണ്, അവർ തലവെട്ടി മാറ്റിയിട്ട് അയച്ചതാണ് എന്ന് പറയണം. ഒന്നുമല്ല, ഇത് മനഃപൂർവ്വമാണ്, അല്ല ഇത് കറക്റ്റാണ്, ഇത് എനിക്ക് ആരാണെന്ന് അറിയണം എന്നിങ്ങനെ പറയണം. ഒന്നുമില്ല മഞ്ജു, ഇത് നിൻ്റെ കണ്ണേട്ടൻ നമ്മളെ വേർതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോഹിനി സ്വാതിയും കൂടി വരികയാണ്. അതേസമയം കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. മഞ്ജു ഇത് ആരാണെന്ന് നോക്കട്ടെ, എന്താ പ്രശ്നം ചോദിക്കും. മഞ്ജു കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് എന്താടാ ഇത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം ഇത് ആരോ മനഃപൂർവ്വം വെട്ടി വെച്ചതാണ്, ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് വെട്ടി വെച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ് മേഘനാഥൻ കേട്ടോ. അതേസമയം അവർക്കൊരു സംശയമുണ്ട്, ഇത് ശരി തന്നെയാണോ എന്ന്. മഞ്ജുവിനോട് ഇങ്ങനെ അപേക്ഷിക്കണം, മഞ്ജു നീ ഒന്ന് വിശ്വസിക്കുക, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് മേഘനാഥൻ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു അങ്ങനെ പോവുകയാണ്. ഇനി മേലിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തീരും കേട്ടോ, ഇതോട് കൂടിയിട്ട് വേണ്ട എന്നിങ്ങനെ പറയണം. ആദ്യം അവരവരുടെ കുടുംബജീവിതം നന്നാക്കാൻ നോക്കാതെ വേറെ പലതിൻ്റെ പിന്നിലും പോയിട്ട് എന്താ കാര്യം എന്നിങ്ങനെ മഞ്ജു പറയണം. അതേസമയം മോഹിനി പറയും, അത് നിനക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് പോണത് എന്നിങ്ങനെ പറയും. കുറേ സ്വത്തും പണവും ഉണ്ടായിട്ട് എന്താ കാര്യം, അപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്തും പണവും ഒക്കെ എന്തിനാണ് എന്ന് പറഞ്ഞ് മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം മേഘ സാഗറെ വിളിക്കുകയാണ് കേട്ടോ. അത് മഞ്ജു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ആരാടാ എൻ്റെ ഫോണിലേക്ക് നീ എന്താടാ അയച്ചത് എന്ന് ചോദിക്കണം കേട്ടോ. സാഗർ ഒരിക്കലും പറയുന്നുണ്ട്, ഞാനല്ല എനിക്കൊന്നും അറിയില്ല, മാനസിയും ഞാനും കൂടെയുള്ള ഫോട്ടോ നീ എന്തിനാടാ അയച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഞാനല്ല സാറേ, ഞാനല്ല എന്നിങ്ങനെ പറയും. പക്ഷെ അതെല്ലാം കൂടി മഞ്ജു കേൾക്കുന്നുണ്ട് കേട്ടോ. മഞ്ജു എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയോ എന്നിങ്ങനെ സംശയിച്ചു വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, ഇനി എൻ്റെ മുറുകച്ചെറുക്കനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മഞ്ജു മനസ്സിലൊരു തീരുമാനം എടുക്കുകയാണ്. അതിനുശേഷം മേഘൻ കമലേശ്വരത്തേക്ക് പോവുകയാണ് കേട്ടോ. ദേഷ്യത്തോടു കൂടി പോവുകയാണ്. ദുർഗയും കരുണയും കൂടി ചോദിക്കുന്നുണ്ട്, എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുത്തനില്ലേ, അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുക. എന്താണെന്ന് ദുർഗ ചോദിക്കുന്നുണ്ടോ. അതേസമയം അപ്പോഴേക്കും കണ്ണനും മഹിയും കൂടി വരും കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിനെ നിന്നില്ല, പക്ഷെ ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താണ് എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ലേ, പറയണോ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ നുണ പറയാറുമില്ലേ, എന്താണ് എന്ന് വീണ്ടും കണ്ണൻ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം അത് നിൻ്റെ നാവെന്ന് കേൾക്കണം, ഇല്ലെങ്കിൽ എനിക്കത് കേൾക്കുകയും വേണ്ട, അറിയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് കണ്ണൻ പറയുകയാണ് കേട്ടോ. അതേസമയം അവളെ എന്തിനെങ്ങനെ ഉപദ്രവിക്കണം, ഇവൾ വന്നതിന് ശേഷമാണ് ആ പെങ്ങളോട് സ്നേഹമില്ലാതായത് എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കരുണയോട് ഇങ്ങനെ ദുർഗ കയർത്തിട്ട് മതി നിർത്തടി എന്നിങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കണ്ണനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. മതി, നിങ്ങൾ നിർത്തി, എൻ്റെ കാൽവേരൽ ഇളക്കി കാണിച്ചു കൊടുക്കണ്ട, ഇതെല്ലാം എൻ്റെ ഭാര്യ വന്നതിന് ശേഷമാണ് എനിക്ക് എല്ലാ സന്തോഷവും സമാധാനവും കിട്ടിയത്. ഈ കാൽവേരൽ നേരത്തെ ഇളകുമായിരുന്നു, പക്ഷെ അത് അനുവദിച്ചില്ല. അതെന്താണ് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയുമല്ലോ. എൻ്റെ കമ്പനീൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മഹിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടോ. നിനക്ക് എന്നെക്കുറിച്ച് അറിയില്ലടാ എന്നിങ്ങനെ ചോദിക്കാനായിട്ട്. എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം, നീയല്ല ഇപ്പോൾ, ഇവളെ എന്ന് കെട്ടിക്കൊണ്ട് വന്നോ അന്ന് നീ മാറി എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇനി മേലിൽ മഹിയെ കുറിച്ചിട്ട് ഒരക്ഷരം പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ മേഘനാഥനോട് നന്നായി പറയുന്നുണ്ട് കേട്ടോ. അതേസമയം മേഘനാഥൻ എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ല, നീ നിൻ്റെ ഭാര്യയെ നോക്കുകയോ സംരക്ഷിക്കുകയോ എന്താണെങ്കിൽ നീ ചെയ്തോ, എനിക്കതൊന്നും എൻ്റെ വിഷയമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ പേരിൽ ഇവിടെ വന്ന് നീ ഒരു വഴക്കുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം കണ്ണനും മഹിയും കൂടി പോകും കേട്ടോ.
അതേസമയം കരുണ ചോദിക്കുന്നുണ്ട് എന്താണ് ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് മഞ്ജു ആ ഫോട്ടോ കണ്ടതിന് ശേഷം കലുതുള്ളി നിൽക്കുകയാണ്. ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ നിൽക്കുള്ളൂ. തലവെട്ടി വെച്ചതാണ്, ഏതോ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കൂടിയിട്ട് വെച്ചതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ പറയുന്നുണ്ട് ഏതായാലും ശരി, അവർ തന്നെ അത് ചെയ്തിരിക്കും. കാരണം കല്യാണത്തിനും കൂടി നിങ്ങളുടെ കൂടെ ചേർന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തതായിരിക്കും. രണ്ട് കൂട്ടിട്ട വക്കീലന്മാരുണ്ടല്ലോ എന്നെല്ലാം അങ്ങനെ കരുണ പറയണം കേട്ടോ. നിൻ്റെ അച്ഛനെയും എൻ്റെ അച്ഛനെയും തല്ലിച്ചതച്ചില്ലേ, അതിനെല്ലാം നമ്മൾ അവർക്കിട്ട് എന്ത് പണി ചെയ്യണോ അതെല്ലാം നമുക്ക് തിരിച്ചു വരികയാണെന്ന് പറയണം. നിങ്ങൾ ഒരിക്കലും രണ്ട് വഴിക്കാവില്ല, ഞാൻ മഞ്ജുവിനോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാമെന്നും ദുർഗ പറയണം കേട്ടോ. അതിനുശേഷം മേഘനാഥൻ കരുണയോട് ഇങ്ങനെ പറയണ്ടേ എന്തായാലും ശരി, ഇവരെ രണ്ട് വഴിക്കാക്കണം, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ കരുണയോടും ദുർഗയോടും മേഘനാഥൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇനി എന്ത് ചെയ്യാം എന്നുള്ള ആലോചനയിൽ നിൽക്കുകയാണ്.